അങ്ങനെ കരിക്കിൻ്റെ പായസം പിടിക്കാനുള്ള പരിപാടിയിലാണ്. കരിക്കിൻ്റെ പായസം പിടിക്കാമെന്ന് വിചാരിച്ചപ്പം ഒരു കരിക്കിൻ്റെ പായസം പിടിക്കാമെന്നാണ് വിചാരിച്ചത്. ഓണമൊക്കെ അല്ലേ, അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്ന ഒരു പായസം പിടിക്കാമെന്ന്. അങ്ങനെ കരിക്കിൻ്റെ പായസം പിടിക്കാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ കരിക്കിൻ്റെ പായസത്തിന് വേണ്ടി ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മതി. പഞ്ചസാര, പാല്, പിന്നെ നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടി തേങ്ങ, പിന്നെ നമ്മൾ അതിനകത്ത് കശുവണ്ടിയും മുന്തിരിയൊക്കെ വറുത്തിടണമെങ്കിൽ അത്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാകാൻ പറ്റുന്ന ഒരു അടിപൊളി പായസമാണ് കരിക്കും പായസം. അപ്പോൾ കരിക്കിൻ്റെ പായസത്തിന് വേണ്ടി നമുക്ക് ആദ്യം കരിക്കാണ്. കരിക്കിന് ആദ്യം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പൊട്ടിച്ച കരിക്ക് നമുക്ക് ഈ വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. പറയട്ടെ. അപ്പോൾ നമ്മളെ കരിക്ക് കുറച്ചൊന്ന് മുറ്റായതാണ്. അങ്ങനെയല്ല, കരിക്ക് തന്നെ. അപ്പോൾ ഈ കരിക്കിൻ്റെ ഫ്ലഷ് നമുക്ക് ഇതിലോട്ട് കൊടുക്കാം. പാത്രം ചൂടായി വരുമ്പോൾ പാലൊഴിക്കാം. ഓക്കെ, ഞാൻ ഇവിടെ ഒരു പാലാണ് എടുത്തത്. നമ്മുടെ പാത്രം ചൂടായി, നമുക്ക് ഇതിലോട്ട് പാലൊഴിച്ചു കൊടുക്കാം. പാല് നല്ല തിളച്ച് പോകണം. അപ്പോഴത്തേക്കും നമുക്ക് ഈ തേങ്ങ ഒന്ന് അടിച്ചെടുക്കണം. തേങ്ങാപ്പാലിന് വേണ്ടി തേങ്ങാപ്പാലിന് അടിക്കാൻ പക്ഷേ കറണ്ടില്ല, അതുകൊണ്ട് നമ്മൾ തേഞ്ഞിരിക്കുകയാണ്. കറണ്ട് വന്നാലേ അടിക്കാൻ പറ്റും. അപ്പോൾ പാല് ഒന്ന് പൊങ്ങി വന്നു. അപ്പോഴേക്കും നമുക്ക് ഇനി ഇതിലോട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാര ആഡ് ചെയ്ത് നല്ലൊരു കുറുകി വരണം. ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുകയാണ്. പാല് നല്ല കുറുകി നല്ല റെഡിയായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന ഇളനീര് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ച ഇളനീര് ഇതിലോട്ട് ഒഴിച്ച് ഇനി ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി കുറച്ച് കരിക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. വളരെ ചെറിയ സ്ലൈസാക്കിയാൽ മതി, ചെറിയൊരു കടി കിട്ടുക. കരിക്കിട്ട് കൊടുക്കാം. പായസം റെഡിയാവുന്ന സമയത്ത് നമുക്ക് ഈ പായസത്തിൽ ഇടാൻ വേണ്ടിയുള്ള അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതിനുകൊണ്ട് വേണ്ട കുറച്ച് നെയ്യ് ഞാൻ ആഡ് ചെയ്യുകയാണ്. നമ്മൾ മുന്തിരി ഇട്ട് കൊടുക്കാം. ഈ മുന്തിരി ഇങ്ങനെ ബലൂൺ പോലെ ആകുമ്പോൾ നമുക്ക് ഈ സാധനത്തിന് കഴിഞ്ഞ് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞെടുക്കാൻ വേണ്ടി ഒന്ന് അരച്ചെടുക്കുവാണ്. ഒരല്പം വെള്ളം ഒഴിച്ച് നമുക്കിതിൻ്റെ ഒന്നാം പാലഞ്ഞെടുക്കാം. ഇതിലേക്ക് ഇനി പിഴിഞ്ഞ് വെച്ചേക്കുന്ന തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇതിനെ തിളപ്പിക്കാൻ നിൽക്കരുത്, ഇത് കൊണ്ട് പിരിയും. മുന്തിരിയെ അണ്ടിപ്പരിപ്പ് കൂടെ ഇട്ട് കൊടുക്കണം. ഒരല്പം ഏലക്കയുടെ പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുത്താൽ പായസം ഉഷാറാണ്. നമ്മളെ സൂപ്പർ ഇളനീര് പായസം സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, ബോളിയുടെ അടിക്കാൻ പൊളി സാധനമാണ്. കഴിച്ചു നോക്കിയിട്ട് പറയാം. ഈ ബോളിയും പായസം കൂടെ ഇങ്ങനെ കുഴച്ചെടുത്ത് കിടുതായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പായസം ഉണ്ടാക്കുമ്പോൾ മധുരം വേണമെങ്കിൽ കുറച്ചുകൂടെ ആഡ് ചെയ്തോണം. ഞാൻ ഇത് മധുരം കുറച്ചേ ഇട്ടിട്ടുള്ളൂ, കാരണം നമുക്ക് ഈ ബോളിയും കൂടെ കൂട്ടി അടിക്കണമെന്നുള്ളതാണ്, അല്ലെങ്കിൽ ഭയങ്കര മധുരമായിപ്പോവും.
ഈ ബോളിയും ഈ പായസം കൂടെ അടിപൊളിയായിട്ടുണ്ട്. ഈ ബോളി നമ്മൾ ഉണ്ടാക്കുന്ന ബോളിയാണ്, നല്ല സോഫ്റ്റ് പോലെ ഇങ്ങനെ അകത്ത് നല്ല കടലമാവൊക്കെ വെച്ച് നല്ല സൂപ്പർ ബോളിയാണ്. ഈ ബോളി ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ നമ്പർ താഴെ കൊടുത്തേക്കാം, കമൻറ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് മെസ്സേജ് അയച്ചാലും മതി.